ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നമ്മൾ ന്യൂ ഇയർ ആശംസിക്കുകയാണ്. എല്ലാവരും ന്യൂ ഇയറൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഈ വർഷം നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കളയിലേക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് നല്ല നല്ല കമൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇന്നത്തെ ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെന്നും പാല് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് കോഫി ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായാലും അല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കണം തോന്നിയാലൊക്കെ നമ്മൾ പാല് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാല് അടപ്പത്ത് വെച്ച് പോകുമ്പോൾ അടിയിൽ പിടിക്കലും സർവ്വസാധാരണയാണ്. അപ്പോൾ നമ്മൾ പാല് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കണം കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ചൂട് കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം പാലിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് 1-2 തവണ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാല് അടിയിൽ പിടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ തീ കുറച്ച് വെക്കാൻ കൂടി ചെയ്യാന്ന് വെച്ചാൽ തീരെ പിടിക്കില്ല. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ചൂട് കട്ടി കുറഞ്ഞിട്ടുള്ള പാത്രമാണ്. പിന്നെ കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു ടിപ്പ് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അധികമായിട്ട് നമ്മൾ പാലൊക്കെ തിളപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചായക്കും കോഫിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് കുറച്ച് നേരമല്ലേ നിൽക്കണ്ടോ. പക്ഷേ ഇങ്ങനെ പായസത്തിന് പാൽ തിളപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ലാർജ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ തിളപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. നമുക്കൊക്കെ കോഫി കുടിക്കാൻ ഇഷ്ടമല്ലേ, പക്ഷേ കോഫി പൗഡർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഫി പൗഡറിൽ പെട്ടെന്ന് ഈർപ്പം കയറി അടിവശത്തൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ശരിയായ രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടാവാനും അടിക്കി പിടിക്കാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കോഫി പൗഡർ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കോഫി പൗഡർ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടിയിൽ കട്ട പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോഫി പൗഡർ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഡപ്പ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ പൊട്ടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സൈഡിൽ നിന്ന് ചെറുതായി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് പൊട്ടിച്ച് കളയാൻ പാടില്ല, ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് നന്നായിട്ട് റൗണ്ട് ചുറ്റും നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി പൗഡർ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരുന്നോളും. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ പോണേക്കാട്ടി മുന്നേ, അതായത് 4 മാസം മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കോഫി പൗഡറാണ്. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷവും അതിനൊരു കേടുമില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഹോൾ ഇടുകയാണെന്ന് വെച്ചാൽ എന്തായാലും അത് അടിവശമൊക്കെ ഈർപ്പം തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ നാശമാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കോഫി പൗഡർ വാങ്ങുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഫോയിലിൽ പൊതിയണത് അത് യൂസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ നമ്മളെ മറ്റേ ഫോയിലിൽ അലുമിനിയം ഫോയിൽ അത് യൂസ് ചെയ്തിട്ടും കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിൽ ഒരു സാധനം ഉള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാന്ന് വെച്ചെങ്കിൽ നമ്മുടെ പൗഡർ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നമുക്ക് ഹോർലിക്സ് ഡപ്പയ്ക്കും അങ്ങനെ കുട്ടികൾക്ക് വാങ്ങുന്ന പൗഡേഴ്സൊക്കെ അല്ലേ, അതൊക്കെ ഇതുപോലെ പൗഡർ ഉള്ളതാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് തന്നെ ചെയ്താൽ മതിയാവും. നമ്മളെ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ കോഫി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കോഫി പൗഡർ അതിലേക്ക് ഇടുക. എന്നിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് തിളച്ച പാൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോഫി പൗഡറിൻ്റെ ആ ഡപ്പയിലേക്ക് നമ്മൾ ആവി കയറില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കോഫി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ മറ്റേ പാല് തിളച്ചയിലേക്ക് കോഫി പൗഡർ ഇടുമ്പോൾ അത് കോഫി പൗഡർ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് തന്നെ കോഫി പൗഡർ നാശാവാനും സാധ്യത ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ പാൽ ഉപയോഗിച്ചിട്ട് നല്ല കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം.
ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ല കട്ടിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ പാൽ അടപ്പത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ടിപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം തൈര് ഉണ്ടാക്കുമ്പോൾ വെള്ളം അതിൽ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എത്ര ഉണ്ട് അതിനനുസരിച്ചാവും നമ്മുടെ പെർഫെക്റ്റ് തൈര് കിട്ടുക. നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലിന് പാടിയൊന്നും കെട്ടാണ്ട് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് പതപ്പിക്കണമെങ്കിൽ അങ്ങനെ പതപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുകളിലൊക്കെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അത് ചെറിയൊരു ചൂട്, പാലിന് ഒരു ചെറിയൊരു ചൂട് വേണം. അപ്പോൾ നമ്മൾ കയ്യുമ്മലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ചൂടില്ല, സഹിക്കാൻ പറ്റുന്ന ചൂട്, അല്ലാണ്ട് നന്നായിട്ട് തിളയ്ക്കണതിൽ ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ചൂട്, അങ്ങനത്തെ മതി. ഇനി അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തീരെ പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നമ്മൾ സെയിം ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുക. ഒരു സൈഡിലേക്ക് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്, അവിടുന്ന് ഇങ്ങനെ തിരിച്ചിട്ട് ഇളക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഒരേ സൈഡിൽ നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തിച്ചിട്ട് കുറച്ച് നേരം തന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് ടീസ്പൂണ് അതിൽ നിന്ന് മാറ്റി അതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുക കേട്ടോ. അപ്പം നമുക്ക് തലേദിവസം രാത്രി ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് നല്ല പുളിയൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ കയ്യിലുള്ള തൈര് പുളി കൂടുതലാണ് വെച്ചെങ്കിൽ നമ്മളതിൽ ഇത്ര അളവിൽ ചേർക്കേണ്ട, ചെറുതായിട്ടുള്ള ചെറിയൊരു ടീസ്പൂണ് ചേർത്താൽ മതിയാവും. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തീരെ പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ തൈരാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി എടുക്കും വേണം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ നല്ല കട്ടിയായിട്ടുള്ള തൈര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ധാരാളം നെല്ലിക്ക കിട്ടുന്ന ടൈമാണ്. അപ്പോൾ കുറേ അച്ചാറിട്ട് കഴിച്ചു, ഉപ്പിലിട്ട് കഴിച്ചു, അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട്. വെറുതെ ജ്യൂസ് അങ്ങനെയായാലും കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് നമുക്ക് അത്ര വില കുറവിലൊക്കെ കിട്ടുമ്പോൾ കുറേ അച്ചാറുണ്ടാക്കി വെച്ചു. പിന്നെ അതുപോലെ ഉപ്പിലിട്ടു, എന്നാലും ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കറുത്ത് പോവുക, അങ്ങനത്തെ നിലയിലൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ധാരാളം നെല്ലിക്കൊക്കെ കിട്ടുമ്പോൾ, അതും വില കുറവിനൊക്കെ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സൂത്രമാണ്. അപ്പം നമ്മൾ നെല്ലിക്കയും അതുപോലെ തന്നെ വെല്ലം കൂടിയിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രയാണ് നെല്ലിക്ക എടുക്കണം, 1 കിലോ നെല്ലിക്ക എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ 3/4 കിലോ വെല്ലം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലെയറായി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കായും അതുപോലെ തന്നെ നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 41 ദിവസം നമ്മൾ നന്നായി മൂടി കെട്ടി വെച്ച് ഇരിക്കുക. 41 ദിവസം കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നല്ല നെല്ലിക്കയുടെ ജ്യൂസ് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല അയൺ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ടോണിക് പോലെ കിട്ടും. അപ്പോൾ നമുക്കത് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് നെല്ലിക്കാരിഷ്ടം ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ കടയിൽ നെല്ലിക്കാരിഷ്ടത്തിൻ്റെ കൂട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക വൈൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടോണിക്കൊക്കെ പോലെ കുറഞ്ഞ അളവിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പോഷക സമ്പുഷ്ടമായ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുഴു വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുപ്പിയും നെല്ലിക്കും ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം, നെല്ലിക്ക ഒരു അരമണിക്കൂർ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക. അതുപോലെ തന്നെ കുപ്പിയും നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ഇത് ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാരങ്ങയും നെല്ലിക്കൊക്കെ അച്ചാറിടുമ്പോൾ, അപ്പോൾ നെല്ലിക്ക നാരങ്ങയൊക്കെ നല്ലെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അച്ചാറിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ അച്ചാറിടുകയാണെങ്കിൽ അച്ചാർ കുറേ കാലം കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ അങ്ങനെ അച്ചാറിടുകയാണെങ്കിൽ.
ഇനി പറയുമ്പോൾ ഒന്ന് നല്ല യൂസ്ഫുള്ളും സൂപ്പറും കിടിലനുമായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ ടിപ്പാണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്നൊക്കെ കോഴിമുട്ട ഗോവയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പാണ്. വളരെ യൂസ്ഫുള്ളാണ്. ഒരെണ്ണം പോലും പൊട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ധാരാളം കോഴിയുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അമ്മ കുറേ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഗോവയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാടൻ കോഴിമുട്ട കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ പലപ്പോഴും കിട്ടുകയാണെങ്കിൽ ഭയങ്കര റേറ്റുമാണ് കേട്ടോ. പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ നാടൻ കോഴിമുട്ട കൊടുക്കണത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗോവയിലേക്ക് വരുമ്പോൾ മുട്ട കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ടിപ്പാണ്. നല്ല സൂപ്പറാണ്. ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാ മുട്ടയും പൊട്ടാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലഗേജിൽ വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ വെച്ച് കൊണ്ടുവന്നാൽ മതി. ഒരെണ്ണം പോലും പൊട്ടിപ്പോവില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലെയർ അരി ഇട്ട് കൊടുക്കുക. ഒരു കവറിലേക്ക് ഒരു ലെയർ, അല്ലെങ്കിൽ കുപ്പിയിലാണെങ്കിലും കുഴപ്പമില്ല, അരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു ലെയർ അരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും അരിയിടുക. അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിൽ അരി ഇട്ടിട്ട് പിന്നെ കെട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കത് നമ്മുടെ ലഗേജിൽ വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുട്ടയൊന്നും ഒരെണ്ണം പോലും പൊട്ടി പോകില്ല കേട്ടോ. ഞാൻ കുറേ നാളായി കൊണ്ടുവരണു. അപ്പോൾ ഒരെണ്ണം പോലും ഇതേവരെ പൊട്ടി പോയിട്ടില്ല. നമ്മൾ മുട്ട ആംപ്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊട്ടിക്കുമ്പോൾ അതിൽ നമ്മളെ മുട്ടയുടെ ഒരു തൊണ്ടിൻ്റെ അംശമൊക്കെ കഷ്ണമൊക്കെ വീഴാറുണ്ട്. അത് നമ്മൾ ഓംപ്ലേറ്റിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കടിക്കണ നേരത്ത് നമുക്ക് ഒരു ഇറിറ്റേഷനൊക്കെ പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് മുട്ടയുടെ തൊണ്ട് നമ്മൾ ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് മാറ്റുകയാണെങ്കിൽ അത് കുറച്ച് ടൈം പിടിക്കും. പക്ഷേ അതിന് പകരം നമ്മൾ ആ മുട്ട പൊട്ടിച്ച് ആ തൊണ്ടിൽ സെയിം തൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിലത്തെ ആ തൊണ്ടിൻ്റെ കഷ്ണം മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വെച്ചെങ്കിൽ നമ്മളെ കൈ വെച്ചിട്ട് ഫിംഗർ വെച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്തിട്ട് എടുത്ത് മാറ്റിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിലത്തെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. അതുപോലെ തന്നെ ചില ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ അറിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.